നമുക്കൊരു ഗ്രീൻ പീസ് കറി തയ്യാറാക്കുന്ന വിധം പരിചയപ്പെടാം. അതിനായി ചിരകിയ തേങ്ങ അരമുറി, മല്ലിയില ഒരു പിടി, 2 വെളുത്തുള്ളി ചെറുതായതുകൊണ്ട് 4 ഞാൻ എടുത്തിരിക്കുന്നു, പിന്നീട് പച്ചമുളക് ഒരു 6, കരിവേപ്പില ലാസ്റ്റ് ഇടാൻ. ഈ 4 സാധനം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കണം. അതിന് ഗ്രീൻ പീസ് വേവിച്ച് കുക്കറിൽ ഒരു 5 വിസിലിൽ വേവിച്ച് ഉടച്ച് വെച്ചത് ഉണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിൽ ഓരോന്നായി അരച്ചെടുക്കാം. തേങ്ങ അരമുറി, മല്ലിയില ഒരു പിടി, വെളുത്തുള്ളി 4. വെളുത്തുള്ളി ഇഷ്ടമല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. പച്ചമുളക്, ഇതിന് നമ്മൾ പൊടികളൊന്നും ചേർക്കുന്നില്ല, അപ്പൊ പച്ചമുളക് ഒരു 6 ചേർക്കുന്നു. എന്നിട്ട് കരിവേപ്പില ലാസ്റ്റ് ഇടാനെന്ന്, അത് നമുക്ക് അവിടെ വെക്കാം. എന്നിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. 1/2 ഗ്ലാസ് അല്ല, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം. നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രം ചൂടാക്കാൻ പറ്റും. ഗ്രീൻ പീസ് വേവിച്ചത് ഇതിലേക്ക് തട്ടും. ഇതിലേക്കിട്ട് നമുക്ക് അരപ്പ് ഇതിലേക്ക് ഒഴിക്കുക. അരപ്പൊഴിച്ച് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുളിക്കുക. ഇതും ഒഴിക്കുക. മഞ്ഞപ്പൊടിയോ ഒരു പൊടിയും ചേർക്കുന്നില്ല. ഇതൊന്ന് തളവരാൻ വെക്കും. അപ്പം കഴുകി വെച്ചാൽ പണിയെല്ലാം തീരും. ഇതൊന്ന് തിളക്കാൻ വെക്കും. തള വരുന്നുണ്ട്. വേവിച്ച് 5 വിസിൽ വേവിച്ച് വെച്ച കുക്കറിൽ വെച്ചത് കൊണ്ട് പെട്ടെന്ന് ഇത് നമുക്ക് റെഡിയാക്കാം. ഇനി 2 കരിവേപ്പില 2 ഇടുക. ഇത് നമുക്ക് ഉപ്പിട്ട് വേവിച്ചാൽ വേഗം വേവില്ല, അതുകൊണ്ട് ഉപ്പിട്ടിട്ട. കുറച്ച് ഉപ്പിടുക. ഇനി അല്പം വെളിച്ചെണ്ണ വറുത്തിടണ്ട, അല്പം വെളിച്ചെണ്ണ നനച്ചാൽ മതി. ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗ്രീൻ പീസ് കറി. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് ഓഫാക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം.
നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡിയായി. ഇനി നമുക്ക് ഇത് പിന്നെ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യണേ.